നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശക്തിപീഠങ്ങളിൽ ഒന്നായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ആത്മീയതയും വിശ്വാസവും പാരമ്പര്യവും ഒരുമിച്ച് അനുഭവിക്കാനുള്ള ഒരു ദിവ്യ സ്ഥലമാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ യാത്ര ആരംഭിക്കാം. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ്. എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം ഭക്തർക്കിടയിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ചോറ്റാനിക്കര അമ്മയെ ഇവിടെ 3 വ്യത്യസ്ത രൂപങ്ങൾ ആരാധിക്കുന്നു. രാവിലെ സരസ്വതിയും ഉച്ചയ്ക്ക് ലക്ഷ്മിയും വൈകുന്നേരം ദുർഗയുമാണ് ഭഗവതിയെ അലങ്കരിക്കുന്നത്. ഈ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കേരളത്തിലെ കീഴ്ക്കാവ് ഭദ്രകാളി സാന്നിധ്യം കുരുതി പൂജയും ഏറെ പ്രശസ്തമാണ്. നിരവധി ഭക്തർ ആത്മീയ ശാന്തിക്കും അനുഗ്രഹത്തിനുമായി ഇവിടെ എത്താറുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ അന്തരീക്ഷം ശരിക്കും മനസ്സിന് വലിയൊരു സമാധാനം നൽകുന്നതാണ്. ചെണ്ടമേളത്തിൻ്റെ നാദവും ദീപങ്ങളുടെ പ്രകാശവും ഭക്തരുടെ പ്രാർത്ഥനകളും ചേരുമ്പോൾ ഒരുതരം ദിവ്യാനുഭവം ലഭിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചിത്രീകരണവും സാധാരണയായി അനുവദിക്കാറില്ല. അതിനാൽ ക്ഷേത്രമര്യാദകൾ പാലിച്ചുകൊണ്ട് ദർശനം നടത്തുക എന്നത് വളരെ പ്രധാനമാണ്. കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിലുള്ള ദർശനം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതുമാണ്. ആദിപരാശക്തിയായ ചോറ്റാനിക്കര അമ്മയെ ഇവിടെ മഹാവിഷ്ണുവിനോടൊപ്പം ആരാധിക്കുന്നു. ദേവിയുടെ കടുത്ത ഭക്തനായിരുന്ന കണ്ണപ്പൻ എന്ന വനവാസിയുടെയും ആദിശങ്കരൻ്റെയും കൂടാതെ മാനസിക രോഗങ്ങൾ ഭേദമാക്കുന്ന കീഴ്ക്കാവ് ഭഗവതിയുടെയും ഐതിഹ്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ക്ഷേത്രത്തിലെ കീഴ്ക്കാവ് ഭഗവതി സന്നിധിയിൽ ബാധോപദ്രവങ്ങളും മാനസിക അസ്വസ്ഥതകളും മാറ്റാൻ പേരുകേട്ടതാണ്. ദുർമന്ത്രവാദങ്ങളിൽ നിന്നും യക്ഷികളിൽ നിന്നും മോചനം നേടാൻ ഭക്തർ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ പവിഴമല്ലിത്തറയിൽ പൂജ കഴിച്ചാൽ ഏത് രോഗവും മാറുമെന്നാണ് വിശ്വാസം. അങ്ങനെ നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്ര ദർശനം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.